നമസ്കാരം. വനജ ഉദയൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഇന്നു മുതലാണോ ഉദയാസ്തമന പൂജ തുടങ്ങുന്നത് എന്ന്. അതായത് ഏപ്രിൽ മെയ് മാസം വെക്കേഷൻ കാലഘട്ടം ആയിരുന്ന കാരണം കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഉദയാസ്തമന പൂജ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇനി ഉദയാസ്തമന പൂജ തുടങ്ങുന്നത് ജൂൺ 1 മുതൽ തന്നെയാണ് കേട്ടോ. ജൂൺ മാസം മുതൽ സാധാരണ പോലെ ഉദയാസ്തമന പൂജ തുടങ്ങുന്നതാണ്. ജൂൺ 1 തിങ്കളാഴ്ചയാണ് അടുത്ത ഉദയാസ്തമന പൂജ ഉണ്ടാവുക. അത് മാത്രമല്ല, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് പറയാനുള്ളത്, ജൂൺ 5 6 ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശുദ്ധികലശ ചടങ്ങുകൾ നടക്കുകയാണ്. മാസബിംബ ശുദ്ധിയാണ് നടക്കുന്നത്. ആ സമയത്ത് തൊഴാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അന്നത്തെ ദിവസം ആ 2 ദിവസം തൊഴാനേ പറ്റില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. 5 വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കില്ല. എന്നാൽ കൊടിമരത്തിന്റെ ചോടയുള്ള വലിയ ബലിക്കല്ലിന്റെ മുമ്പിൽ നിന്ന്, അതായത് നാലമ്പലത്തിനകത്തേക്ക് കടക്കുന്ന പ്രവേശന കവാടം വരെ നിന്നുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തൊഴാൻ സാധിക്കും. അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, വാതിൽമാടത്തിലാണ് ശുദ്ധി കലശത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കടക്കാനുള്ള സ്ഥലം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഭക്തജനങ്ങളെ അങ്ങോട്ട് കടത്താതെ കേട്ടോ. ഇത് 5 വൈകുന്നേരം മാത്രമല്ല, 6 രാവിലെ ശിവേലി വരെയും കുഴപ്പമൊന്നുമില്ല, നിർമാല്യത്തിന് കുഴപ്പമില്ല. രാവിലത്തെ 6 മണിക്ക് ശേഷം മാത്രമേ ബാക്കിയുള്ള ചടങ്ങുകൾ തുടങ്ങുള്ളൂ. ഇതേമാതിരി തന്നെ ഉച്ചപൂജ കഴിഞ്ഞ് സാധാരണ പോലെ തന്നെയാണ് തൊഴേണ്ടത്. ഇത് മാത്രമല്ല, 6 വൈകുന്നേരം ഗുരുവായൂരപ്പന് ഈ ശുദ്ധിയുടെ ശ്രീഭൂതബലി നടക്കുന്നുണ്ട്. അതായത് വൈകുന്നേരം നട തുറന്ന ഉടനെയുള്ള ശിവേലിക്ക് പകരമായിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് ശ്രീഭൂതബലി നടക്കാറുള്ളത്. അപ്പോൾ ആ സമയത്തും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് സമയമാണ് റെസ്ട്രിക്റ്റഡ് സമയം എന്ന് പറയാനുള്ളത്.